നമസ്കാരം. ഗവൺമെൻറ് ITI മലമ്പുഴയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡ്രോട്ട്സ്മാൻ സിവിൽ ട്രെയിനിൽ സെമിസ്റ്റർ 4 റെയിൽവേ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ള കഴിഞ്ഞ 4 പ്രസൻറ്റേഷൻ വീഡിയോ നിങ്ങളെല്ലാവരും കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ രഞ്ജിത്ത്, ഗവൺമെൻറ് ITI മലമ്പുഴയിലെ സീനിയർ ഇൻസ്ട്രക്ടറായി വർക്ക് ചെയ്യുന്നു. ഞാനിവിടെ പറയാൻ പോകുന്ന 5ാമത്തെ പവർ പോയിന്റ് ലെസനകത്ത് പ്രധാനമായും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് റെയിൽവേ ബല്ലാസ്റ്റുകളെ കുറിച്ചാണ്. അതായത് എൻ്റെ ഈ ചാപ്റ്ററിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ബല്ലാസ്റ്റും അതിൻ്റെ ഫംഗ്ഷനെ കുറിച്ച് പരിചയപ്പെടുന്നു. പാക്കിംഗ്, ബോക്സിംഗ് ആൻഡ് ബല്ലാസ്റ്റ് തുടങ്ങിയ ബല്ലാസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ടെക്നിക്കൽ ടേംസുകൾ, റെയിൽ ചെയർ, സ്ലൈഡ് ചെയർ, സ്പൈക്ക് തുടങ്ങിയ റെയിൽ ഫാസ്റ്റനേഴ്സിനെ കുറിച്ചാണ് ഞാൻ പ്രധാനമായും ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ബല്ലാസ്റ്റ് മെറ്റീരിയലിനെ കുറിച്ചാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിച്ച് കാണുന്ന മെറ്റീരിയലാണ് ബ്രോക്കൺ സ്റ്റോൺ അല്ലെങ്കിൽ മെറ്റലുകൾ അല്ലേ. അപ്പോൾ ബ്രോക്കൺ സ്റ്റോൺ ഉണ്ട്, അതേപോലെ തന്നെ ഗ്രാവല്, സാൻഡ്, കോൾ ആഷ്, മൂറത്തിൻ്റെ പ്രത്യേകത നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ. ഡീകമ്പോസ്ഡ് ലാറ്ററൈറ്റ് എന്നുള്ളത് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചില ടോപ്പിക്കിനകത്ത് ഡിസിൻറ്റഗ്രേറ്റഡ് റോക്ക് എന്നുള്ള വാക്കിലും മൂറത്തെക്കുറിച്ച് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. കങ്കാറിൻ്റെ പ്രത്യേകത ഇംപ്യൂർ ലൈംസ്റ്റോൺ ആണ്. ഇംപ്യൂർ ലൈംസ്റ്റോൺ ആണ് കങ്കാർ എന്ന് പറയുന്നത്. ബ്രിക്ക് ബാറ്റുകൾ, സ്ലാഗ്, ഫർണസിൽ നിന്ന് ലഭിക്കുന്ന വേസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള സ്ലാഗുകൾ, ബ്രോക്കൺ സ്റ്റോൺ, ഗ്രാവൽ, സാൻഡ്, ആഷ്, മൂറം, കങ്കാർ, ബ്രിക്ക് ബാറ്റ്സ്, സ്ലാഗ്. സാൻഡും ആഷും പ്രധാനമായും യാർഡ് ഡ്രൈ ആവാൻ സഹായിക്കുന്ന മെറ്റീരിയലാണ്. നമ്മൾ മിക്കവാറും ശ്രദ്ധിച്ചു കാണും, ട്രാക്ക് ക്ലീനിങ് ഫെസിലിറ്റി ഇല്ലാത്ത ട്രാക്കിനകത്ത് സാധാരണ കോൾ ആഷും സാൻഡും കൂടി മിക്സ് ചില ഭാഗങ്ങൾ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. എന്താ വെച്ചാൽ പെട്ടെന്ന് വെള്ളം അഥവാ വരികയാണെങ്കിൽ ഡ്രൈൻ ഔട്ട് ചെയ്യാനുള്ള സഹായിക്കുന്ന വസ്തുക്കളായിട്ടാണ് സാൻഡും കോൾ ആഷും ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി പ്രധാനമായും ബല്ലാസ്റ്റ് നമുക്കറിയാം, സ്ലീപ്പറുകളുടെ താഴെയും സ്ലീപ്പറുകൾക്ക് ചുറ്റും അല്ലേ പ്രധാനമായും ബല്ലാസ്റ്റ് മെറ്റീരിയൽ, അതായത് ബ്രോക്കൺ സ്റ്റോൺ സ്പ്രെഡ് ചെയ്ത് ഈ ചിത്രത്തിനകത്ത് നമ്മൾ കാണുന്നുണ്ട്. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, റെയിലിൽ വരുന്ന ലോഡിനെ സ്ലീപ്പറിലേക്കും, സ്ലീപ്പർ എന്നുള്ള ലോഡിനെ ബല്ലാസ്റ്റിലേക്കും, ബല്ലാസ്റ്റ് നിന്ന് ഫോർമേഷനിലേക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത് പറഞ്ഞു. അപ്പോൾ ഇവിടെ സ്ലീപ്പറിൻ്റെ അടിഭാഗത്തെ മെറ്റീരിയൽ നന്നായി പാക്ക് ചെയ്തിട്ടുണ്ടാകും. നമുക്ക് ചിത്രത്തിനകത്ത് തന്നെ കാണുന്ന പോലെ സ്ലീപ്പറുടെ ഇടയിൽ ബല്ലാസ്റ്റ് ലൂസായിട്ട് സ്പ്രെഡ് ചെയ്യുന്നത് കാണുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചു കാണും, ട്രാക്കിൻ്റെ സൈഡ് സ്ലോപ്പ് അതും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ സ്ലീപ്പറുകൾക്ക് ചുറ്റും അല്ലെങ്കിൽ സ്ലീപ്പറുകളുടെ താഴെ ബല്ലാസ്റ്റ് പാക്ക് ചെയ്യുന്നത് സ്ലീപ്പറിൽ വരുന്ന ലോഡിനെ ഫോർമേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനാണ്. അപ്പോൾ ബല്ലാസ്റ്റ് ഫോർമേഷനിലേക്ക് ലോഡിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു അല്ലേ. ഇവിടെ ബല്ലാസ്റ്റായിട്ട് നമുക്കറിയാം, മിക്കവാറും ഈ ബല്ലാസ്റ്റായിട്ട് ബ്രോക്കൺ സ്റ്റോണിനെ ഉപയോഗിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം, ബ്രോക്കൺ സ്റ്റോണിനകത്ത് വോയിഡ്സ് ഉണ്ട്, പോറസ് ആണ്. സ്വാഭാവികമായിട്ട് ലോഡ് വരുന്ന സമയത്ത് ലോഡ് എനർജിയെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് ആ കാണുന്ന മെറ്റീരിയലുണ്ട്. ലോഡ് എനർജിയെ അബ്സോർബ് ചെയ്യാനുള്ള മെറ്റീരിയലിൻ്റെ കഴിവാണ് റെസിലിയൻസ് എന്നുള്ള പ്രോപ്പർട്ടി. ലോഡ് എനർജിയെ അബ്സോർബ് ചെയ്യാനുള്ള മെറ്റീരിയലിൻ്റെ കഴിവാണ് റെസിലിയൻസ് എന്നുള്ള പ്രോപ്പർട്ടി. അതേപോലെ തന്നെ ലോഡ് വരുന്ന സമയത്ത് ഈ കാണുന്ന ലോഡിനെ അബ്സോർബ് ചെയ്യുകയും ലോഡ് പോയതിനു ശേഷം ആ കാണുന്നതിനെ റിലീസ് ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ കാണുന്ന ബല്ലാസ്റ്റ് മെറ്റീരിയലിനെ എലാസ്റ്റിക് എന്നുള്ള വാക്കും ഉപയോഗിക്കുന്നു. അപ്പോൾ ബല്ലാസ്റ്റ് ആക്ട് ചെയ്യുന്ന എലാസ്റ്റിക് മാറ്റായിട്ട് കൂടിയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. പാക്ക്ഡ് ബിലോ ആൻഡ് അറൗണ്ട് ദ സ്ലീപ്പർ അല്ലെ, സ്ലീപ്പറിന് താഴെയും സ്ലീപ്പറിന് ചുറ്റും പാക്ക് ചെയ്തിട്ടുണ്ട്. അതായത് സ്ലീപ്പറിൽ വരുന്ന ലോഡിനെ ഫോർമേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ലെസനകത്ത് പ്രധാനമായും പറഞ്ഞിരുന്നത് സ്ലീപ്പറെ കുറിച്ചാണ്. സ്ലീപ്പർ ആക്ട് ആസ് എലാസ്റ്റിക് മീഡിയം. സ്ലീപ്പർ ആക്ട് ചെയ്യുന്ന എലാസ്റ്റിക് മീഡിയം. ഇവിടെ ബല്ലാസ്റ്റ് ആക്ട് ചെയ്യുന്ന എലാസ്റ്റിക് മാറ്റാണ്. എലാസ്റ്റിക് മാറ്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാനുള്ള കാരണം ഇത് തന്നെയാണ്. എവിടേക്കാണ്? ഫോർമേഷനിലേക്ക് ലോഡിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു, ലോഡിനെ അബ്സോർവ് ചെയ്യുന്നു അല്ലേ. നമുക്കറിയാം, നമ്മൾ ഈ മെറ്റീരിയലിന് പകരം ബല്ലാസ്റ്റിന് പകരം അതൊരു കോൺക്രീറ്റ് ട്രാക്ക് ആയിരുന്നെങ്കിൽ, സ്ലീപ്പർ റെസ്റ്റ് ചെയ്യുന്ന ഒരു കോൺക്രീറ്റ് ട്രാക്ക് ആയിരുന്നെങ്കിൽ നമുക്കറിയാം സ്വാഭാവികമായിട്ടും ലോഡ് വരുന്ന സമയത്ത് ബ്രിട്ടിൽ പൊട്ടാനുള്ള ചാൻസസ് ഉണ്ട്, അല്ലെങ്കിൽ എക്സ്പാൻഷൻ അനുവദിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മിക്കവാറും കണ്ടിരിക്കുന്ന അഥവാ കോൺക്രീറ്റിൻ്റെ ബേസ് കണ്ടിരിക്കുകയാണെങ്കിൽ ഈ സ്റ്റേഷൻ്റെ യാർഡുമായി ചേർന്ന് മാത്രമാണ്. അപ്പോൾ ഏറ്റവും നല്ല മെറ്റീരിയൽ, ലോഡ് അബ്സോർബ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മെറ്റീരിയൽ എന്ന് പറയുന്നത് ബ്രോക്കൺ സ്റ്റോൺ തന്നെയാണ്, മെറ്റൽ തന്നെയാണ്. കാരണം മെറ്റലിനകത്ത് വോയിഡ്സ് ഉണ്ട്, വോയിഡ്സിനകത്ത് ലോഡ് എനർജിയെ അബ്സോർബ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അതുകൊണ്ട് ഈ കാണുന്ന മെറ്റീരിയലിനെ നമുക്ക് വേണമെങ്കിൽ പറയാം റെസിലിയൻസ് എന്നുള്ള ഒരു പ്രോപ്പർട്ടി മെറ്റീരിയലുണ്ട്. കാരണം ലോഡ് എനർജിയെ അബ്സോർബ് ചെയ്യുക എന്ന് പറയുന്നതാണ് റെസിലിയൻസ് എന്നുള്ള പ്രോപ്പർട്ടി. അതേപോലെ തന്നെ ലോഡ് പോയതിനു ശേഷം ആ കാണുന്ന എനർജി ആ മെറ്റീരിയലിനെ അതിൻ്റെ പഴയ ഫോമിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. അപ്പോൾ നമുക്ക് റെസിലിയൻസ് എന്നുള്ള പ്രോപ്പർട്ടിയും എലാസ്റ്റിക് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയും
ബല്ലാസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായി നമുക്ക് പറയാൻ കഴിയും അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ഞാൻ അടുത്ത ഒരു ചിത്രം കൂടി ഞാൻ കാണിക്കാൻ പോവാണ്. ഇതിനകത്ത് നമുക്കിവിടെ കാണുന്നുണ്ട് സ്ലീപ്പറിൻ്റെ അടിഭാഗത്ത് മെറ്റീരിയൽ നന്നായിട്ട് കോമ്പാക്ട് ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ റാം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. റാംഡ് ചെയ്യുക അല്ലെങ്കിൽ കോമ്പാക്ട് ചെയ്യുക. എവിടെയാ? സ്ലീപ്പറിൻ്റെ അടിഭാഗത്ത് മെറ്റീരിയൽ നന്നായിട്ട് കോമ്പാക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതായത് കോമ്പാക്ട് ചെയ്ത ഒരു മെത്തയുടെ മുകളിലാണ് സ്ലീപ്പർ റെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ വ്യക്തമായി നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ലോഡിനെ ഫോർമേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞിരുന്നു ഈ ബല്ലാസ്റ്റ് ആക്ട് ചെയ്യുന്നത് ഫൗണ്ടേഷനാണ്. നമുക്കറിയാം ഏതൊരു സ്ട്രക്ചറും ആ ലോഡിനെ ഫോർമേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ആ കാണുന്ന സ്ട്രക്ചറിനെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ സ്ലീപ്പറിൻ്റെ അടിഭാഗത്ത് ഇട്ടിരിക്കുന്ന ഈ കാണുന്ന മെറ്റലും നന്നായിട്ട് കോമ്പാക്ട് ചെയ്തിട്ടുള്ള റാം ചെയ്തിട്ടുള്ള ഈ മെറ്റൽ എന്ന് പറയുന്നത് ആക്ട് ചെയ്യുന്നതും ഫൗണ്ടേഷനായിട്ടാണ്. അപ്പോൾ സ്ലീപ്പറിൻ്റെ അടിഭാഗത്ത് നന്നായിട്ട് കോമ്പാക്ട് ചെയ്തിട്ടുള്ള റാം ചെയ്തിട്ടുള്ള ഈ ബല്ലാസ്റ്റിനെ പറഞ്ഞ പേരാണ് പാക്കിംഗ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ പാക്കിംഗ് ആക്ട് ചെയ്യുന്നത് ഒരു ഫൗണ്ടേഷനായിട്ടാണ്. അപ്പോൾ സ്ലീപ്പറിൻ്റെ അടിഭാഗത്ത് മെറ്റീരിയൽ നന്നായിട്ട് കോമ്പാക്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ റാം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നിട്ട് ലോഡിനെ എവിടെ ഫോർമേഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നു, അതുകൊണ്ട് ഇത് ആക്ട് ചെയ്യുന്ന ഫൗണ്ടേഷനായിട്ടാണ്. ഈ ഫൗണ്ടേഷനായിട്ട് ആക്ട് ചെയ്യുന്ന ഈ ബല്ലാസ്റ്റിനെയാണ് പാക്കിംഗ് എന്ന് പറയുന്നത്. പാക്കിംഗ് എന്ന് പറയുന്നത് അത് തന്നെയാണ് ഞാൻ ഈ പറയാൻ പോകുന്ന വാചകം. സം പോർഷൻ ഓഫ് ബല്ലാസ്റ്റ് ഈസ് ടൈറ്റ്ലി റാംഡ് അണ്ടർ ദ സ്ലീപ്പർ ടു ട്രാൻസ്മിറ്റ് ദ ലോഡ് ഓഫ് ദ ട്രെയിൻ ഫ്രം ദ സ്ലീപ്പർ വിച്ച് ഈസ് നോൺ ആസ് പാക്കിംഗ് അല്ലേ. സം പോർഷൻ ഓഫ് ബല്ലാസ്റ്റ് ഈസ് ടൈറ്റ്ലി റാംഡ് അണ്ടർ ദ സ്ലീപ്പർ. സ്ലീപ്പറിൻ്റെ അടിഭാഗത്ത് നന്നായിട്ട് റാം ചെയ്തിട്ടുണ്ട്. ട്രാൻസ്മിറ്റ് ദ ലോഡ് ഓഫ് ദ ട്രെയിനിൽ നിന്ന് വരുന്ന ലോഡിനെ എവിടുന്ന ഫ്രം സ്ലീപ്പറിൽ നിന്ന് വരുന്ന ലോഡിനെ എവിടേക്കാ താഴേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. എവിടേക്കാ താഴെ? ഫോർമേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു അല്ലേ. ഫോർമേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതുകൊണ്ട് അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് കൊണ്ട് അത് ആക്ട് ആസ് ഫൗണ്ടേഷനാണ്. ഫൗണ്ടേഷൻ എന്ന് പറയുന്നതാണ് പാക്കിംഗ്. ഇപ്പോൾ പാക്കിംഗ് ആക്ട് ചെയ്യുന്നത് ഫൗണ്ടേഷനായിട്ടാണ്. അതാണ് ഈ പാക്കിംഗ് എന്ന് പറയുന്ന ടെക്നിക്കൽ ടേമുമായി ബന്ധപ്പെട്ട് പറഞ്ഞൊരു കാര്യങ്ങൾ. ഇനി ഇവിടെ നോക്കിയോളൂ, നമ്മൾ കാണുന്നുണ്ട് സൈഡ് സ്ലോപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ. സ്ലോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ലൂസായിട്ടാണ് സ്പ്രെഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഈ ലൂസായിട്ട് സ്പ്രെഡ് ചെയ്യുന്നതിനുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രീപ്പുമായി ബന്ധപ്പെട്ടുള്ള ടെക്നിക്കൽ ടേംസിന് ആദ്യം ഒന്നുകൂടി പറയുകയാണ്. ഏതാ? നമുക്കറിയാം ക്രീപ്പ് ഏതാ? ലോഡ് വരുന്ന സ്ലോ ആൻഡ് പ്രോഗ്രസീവ് ഡിഫോർമേഷൻ അല്ലേ. ഇൻ ദ ലോഞ്ചിറ്റ്യൂണൽ ഡയറക്ഷൻ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂണൽ ഡയറക്ഷനിലേക്ക് ട്രാക്കിൻ്റെ മൂവ്മെൻറ്റ് റെയിലിൻ്റെ മൂവ്മെൻറ്റ്, അതാണ് ക്രീപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അതേ ക്രീപ്പ് ഉണ്ടാവുന്നത് പോലെ തന്നെ ഈ സ്ലീപ്പറും ഫോർവേഡ് ഡയറക്ഷനിലേക്കും അതേപോലെ തന്നെ ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിലേക്കും ഫോർവേഡ് ഡയറക്ഷനിലേക്കും ലോഞ്ചിറ്റ്യൂണൽ ഡയറക്ഷനിലേക്കും ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിലേക്കും മൂവ്മെൻറ്റ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട് അല്ലേ. അത് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ലൂസായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുള്ള സ്ലോപ്പിൽ സ്പ്രെഡ് ചെയ്തിട്ടുള്ള ബല്ലാസ്റ്റിൻ്റെ ഫംഗ്ഷൻ. ഇതിനെയാണ് ഈ സ്ലോപ്പിൽ ജസ്റ്റ് സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഈ ബല്ലാസ്റ്റിനെ പറഞ്ഞ പേരാണ് ബോക്സിംഗ് എന്നുള്ള വാക്ക്. ഇനി സ്ലീപ്പറുകളുടെ ഇടയിലും ബല്ലാസ്റ്റ് ലൂസായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ സ്ലോപ്പിലും ബല്ലാസ്റ്റ് ലൂസായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്ലീപ്പറിൻ്റെ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിലേക്കുള്ള മൂവ്മെൻറ്റ് തടയുക, അതേപോലെ തന്നെ ലാറ്ററൽ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ അല്ലേ, ആ ലാറ്ററൽ മൂവ്മെൻറ്റ് തടയുക. ഇതാണ് ഈ ബോക്സിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അനദർ പോർഷൻ ഓഫ് ബല്ലാസ്റ്റ് ഈസ് നോൺ ആസ് ബോക്സിംഗ് ഈസ് ലൂസ്ലി ഫിൽഡ് ഓൺ സ്ലോപ്സ്. സ്ലോപ്പിൽ ലൂസായിട്ട് ഫിൽ ചെയ്തിട്ടുണ്ട് ആൻഡ് ത്രോൺ അറൗണ്ട് ദ സ്ലീപ്പറിന് ചുറ്റും ലൂസായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. ടു പ്രിവെൻറ്റ് ദ ലാറ്ററൽ ആൻഡ് ലോഞ്ചിറ്റ്യൂഡൽ മൂവ്മെൻറ്റ് ഓഫ് സ്ലീപ്പറിൻ്റെ ലോഞ്ചിറ്റ്യൂഡൽ ഡയറക്ഷനിലുള്ള മൂവ്മെൻറ്റും അതുപോലെ തന്നെ ലാറ്ററൽ മൂവ്മെൻറ്റും തടയുക എന്നുള്ളതാണ് ബോക്സിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്ലീപ്പറിൻ്റെ ലോഞ്ചിറ്റ്യൂഡൽ മൂവ്മെൻറ്റും ലാറ്ററൽ മൂവ്മെൻറ്റും തടയുക എന്നുള്ളതാണ് ബോക്സിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫൗണ്ടേഷൻ ആക്ട് ചെയ്യുന്നത് പാക്കിങ്ങും സ്ലോപ്പിലും അതുപോലെ തന്നെ സ്ലീപ്പറുടെ ഇടയ്ക്കും ബല്ലാസ്റ്റ് സ്പ്രെഡ് ചെയ്തതിനെ ബോക്സിംഗ് എന്ന് പറഞ്ഞു. ഇനി സ്ലീപ്പറുടെ ഇടയിൽ ലൂസായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന ബല്ലാസ്റ്റിന് വേറൊരു ടെക്നിക്കൽ ടേംസ് കൂടി ടേമായിട്ട് കൂടി പറയുന്നുണ്ട്, ബല്ലാസ്റ്റ് ക്രൈബ്. നമുക്ക് വീണ്ടും പറയാൻ വരുന്നുണ്ട്. ബല്ലാസ്റ്റ് ക്രൈബ് ഏതാ? സ്ലീപ്പറുകളുടെ ഇടയിൽ അഡ്ജസൻറ്റ് സ്ലീപ്പർ അടുത്തടുത്തുള്ള സ്ലീപ്പറുകളുടെ ഇടയിൽ ബല്ലാസ്റ്റ് ലൂസായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പറഞ്ഞ പേരാണ് ബല്ലാസ്റ്റ് ക്രൈബ് എന്നുള്ള വാക്ക്. ഇനി പ്രധാനമായും നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ വീണ്ടും പറഞ്ഞത്. ഏതാ? ബല്ലാസ്റ്റിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എലാസ്റ്റിസിറ്റി, റെസിലിയൻസ് ടു ദ ട്രാക്കിന് എലാസ്റ്റിസിറ്റി കൊടുക്കുക, റെസിലിയൻസ് പറഞ്ഞാൽ ലോഡ് എനർജിയെ അബ്സോർബ് ചെയ്യാനുള്ള മെറ്റീരിയലിൻ്റെ കഴിവ്. ബല്ലാസ്റ്റ് മെറ്റീരിയൽ ബ്രോക്കൺ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ലോഡിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നല്ലൊരു റെസിലിയൻസ് പ്രോപ്പർട്ടി ഉണ്ട് അതിനകത്ത്. എലാസ്റ്റിസിറ്റി ഉണ്ട്, ലോഡ് വരുന്ന സമയത്ത് ലോഡ് പോയതിനു ശേഷം പഴയ ഷേപ്പിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ആ ലോഡ് എനർജി എവിടെയാണ്? വോട്ട്സിനകത്ത് തങ്ങുന്ന ലോഡ് എനർജിയാണ് പിന്നെ തിരിച്ച് വീണ്ടും അതിൻ്റെ രൂപത്തിലേക്ക് ഉണ്ട്. അപ്പോൾ എലാസ്റ്റിസിറ്റി, റെസിലിയൻസ് എന്നുള്ള പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി ബല്ലാസ്റ്റ് അല്ലേ. അപ്പോൾ നമുക്ക് തീർച്ചയായും പറയാൻ പറ്റും ഏതാ? ബല്ലാസ്റ്റ് ആക്ട് ആസ് എലാസ്റ്റിക് മാറ്റ് ബിറ്റ്വീൻ സ്ലീപ്പർ ആൻഡ് ഫോർമേഷൻ. സ്ലീപ്പറിനും ഫോർമേഷനും ഇടയിൽ ഒരു എലാസ്റ്റിക് മാറ്റ് ആയിട്ടാണ് ബല്ലാസ്റ്റ് ആക്ട് ചെയ്യുന്നത്.
സ്ലീപ്പർ എന്ന് പറയുന്നത് എലാസ്റ്റിക് മീഡിയമാണ് അല്ലേ. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ട്രാക്കിൽ നിന്ന് വെള്ളം ഡ്രെയിൻ ഔട്ട് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് അല്ലേ. ബല്ലാസ്റ്റ് ഹെൽപ്സ് ടു ഡ്രെയിൻ ദ റെയിൻ വാട്ടർ ഫ്രോം ദ ട്രാക്ക്. അതുപോലെ തന്നെ ഏതാ വീഡ്സ്, ട്രാക്കിനകത്ത് പാഴ്ചെടികൾ വളരുന്നത് തടയുക അല്ലേ, ടു പ്രിവെന്റ് ദ ഗ്രോത്ത് ഓഫ് വീഡ്സ് ഇൻസൈഡ് ദ ട്രാക്ക്. ട്രാക്കിനകത്ത് ഏതാ വീഡ്സ്, പാഴ്ചെടികൾ മറ്റും വളരുന്നത് പ്രിവെന്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ട്രാക്കിനെ ഡ്രൈ ആകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബല്ലാസ്റ്റാണ് സാൻഡും കോളാഷും. അപ്പോൾ ഇത്രയാണ് ബല്ലാസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഞാൻ ഒരു ടെക്നിക്കൽ ടൈം കൂടി മാറ്റി വെച്ചിരുന്നു. ബല്ലാസ്റ്റ് ക്രൈബ്, അടുത്തടുത്തുള്ള അഡ്ജസൻറ്റ് സ്ലീപ്പറുകൾ അല്ലേ, അടുത്തടുത്തുള്ള അഡ്ജസൻറ്റ് സ്ലീപ്പറുകൾക്കിടയിലുള്ള ലൂസായിട്ടുള്ള ബല്ലാസ്റ്റിനെ പറഞ്ഞ പേരെന്ന് പറയുക ബല്ലാസ്റ്റ് ക്രൈബ് എന്ന് പറയാം. രണ്ട് സ്ലീപ്പറുകളുടെ ഇടയിലുള്ള അഡ്ജസൻറ്റ് സ്ലീപ്പറുകൾ, അടുത്ത സ്ലീപ്പറുകൾക്കിടയിലുള്ള ലൂസായിട്ട് ബല്ലാസ്റ്റിനെ പറഞ്ഞ പേരാണ് ബല്ലാസ്റ്റ് ക്രൈബ്. അപ്പോൾ പാക്കിംഗ്, ബോക്സിംഗ്, ബല്ലാസ്റ്റ് ക്രൈബ്. പാക്കിംഗ് എന്ന് പറയുന്നത് ഫൗണ്ടേഷനായിട്ട് ആക്ട് ചെയ്യുന്നു. ബോക്സിംഗ് എന്ന് പറയുന്നത് എവിടെ സ്ലോപ്പിൽ ബല്ലാസ്റ്റ് ലൂസായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ലീപ്പറുകളുടെ ഇടയിലും ലൂസായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനാണ് ബോക്സിംഗ് എന്ന് പറയുക. ആ സ്ലീപ്പറുകളുടെ ഇടയിൽ ലൂസായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുള്ള ബല്ലാസ്റ്റിനെ വേറൊരു ടെക്നിക്കൽ ടേം കൂടി പറയുന്നുണ്ട്. അതിനാണ് ബല്ലാസ്റ്റ് ക്രൈബ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ബല്ലാസ്റ്റ് ക്രൈബ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഇനി സൈസ് ഓഫ് ബല്ലാസ്റ്റ് ആണ്. അതിനകത്ത് വുഡൻ സ്ലീപ്പർ ആണെങ്കിൽ ബല്ലാസ്റ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് 50 mm ആണ് അല്ലേ. നമ്മൾ ഓൾറെഡി നേരത്തെ നമുക്കറിയാലോ, ഇപ്പോൾ RCC-ക്കകത്ത് ഉപയോഗിക്കുന്ന നോമിനൽ സൈസ് എന്ന് പറയുന്നത് 20 mm നോമിനൽ സൈസാണ്. അതുപോലെ തന്നെ PCC-ക്കകത്ത് ഉപയോഗിക്കുന്ന 40 mm നോമിനൽ സൈസാണ്. അതുപോലെ ബല്ലാസ്റ്റ് ഏതാ റെയിൽവേ ട്രാക്കിന് ഉപയോഗിക്കുന്ന ബല്ലാസ്റ്റിൻ്റെ മെറ്റലിൻ്റെ സൈസ് എന്ന് പറയുന്നത് വുഡൻ സ്ലീപ്പർ ആണെങ്കിൽ 50 mm. അതുപോലെ തന്നെ CST9 സ്ലീപ്പർ നമ്മൾ പഠിച്ചിരുന്നു. ഏതാ കാസ്റ്റ് അയൺ സ്ലീപ്പറാണ് അല്ലേ. പോട്ട്, പ്ലേറ്റ്, ബോക്സ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിരുന്നു CST9 സ്ലീപ്പർ. CST9 സ്ലീപ്പർ അല്ലെങ്കിൽ സ്റ്റീൽ സ്ലീപ്പർ ആണെങ്കിൽ 38 mm എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അത് നമ്മുടെ നിമിയുടെ ടെക്സ്റ്റിനകത്ത് 40 mm എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. 40 mm നോമിനൽ സൈസ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ചില ടെക്സ്റ്റിനകത്ത് 38 mm എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ 38 mm എന്നുള്ള ഉപയോഗിക്കാനുള്ള കാരണം. അതുപോലെ തന്നെ പോയിന്റ്സ് ആൻഡ് ക്രോസിങ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ഒരു ട്രാക്കിൽ നിന്ന് വേറൊരു ട്രാക്കിലേക്ക് പോകുന്ന ഭാഗമാണ് പോയിന്റ്സ് ആൻഡ് ക്രോസിങ്സ് എന്ന് പറയാം അല്ലേ. ആ പോയിന്റ്സ് ആൻഡ് ക്രോസിങ്സിലേക്ക് അവിടെ ഉപയോഗിക്കുന്ന മെറ്റലിൻ്റെ സൈസ് അല്ലെങ്കിൽ ബല്ലാസ്റ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് 25 mm ആണ്. അപ്പോൾ വുഡൻ സ്ലീപ്പറിൻ്റെ 50 mm, CST9 ആൻഡ് സ്റ്റീൽ സ്ലീപ്പർ എന്ന് പറയുന്നത് 38 mm, അണ്ടർ പോയിന്റ്സ് ആൻഡ് ക്രോസിങ്സ് എന്ന് പറയുന്നത് 25 mm ആണ്. ഇത്രയാണ് ബല്ലാസ്റ്റിൻ്റെ സൈസുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ. അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് വിഡ്ത്ത് ഓഫ് ബല്ലാസ്റ്റിൻ്റെ സ്റ്റാൻഡേർഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ബ്രോഡ് ഗേജിനെ സംബന്ധിച്ചിടത്തോളം 3.35 മീറ്റർ ആണ് അല്ലേ. ബ്രോഡ് ഗേജിനെ സംബന്ധിച്ചോളം 3.35 മീറ്റർ ആണ്. മീറ്റർ ഗേജിനെ സംബന്ധിച്ചോളം 2.3 മീറ്റർ ആണ്. നാരോ ഗേജിനെ സംബന്ധിച്ചോളം 1.83 മീറ്റർ ആണ്. ഇങ്ങനെ ചിന്തിക്കാം, നമ്മൾ ഓൾറെഡി ബ്രോഡ് ഗേജ് എന്ന് പറഞ്ഞാൽ 1.676 മീറ്റർ ആണെന്നറിയാം അല്ലേ. നമ്മൾ വുഡൻ സ്ലീപ്പറിനകത്തുള്ള സൈസ് പറഞ്ഞിരുന്നു. ബ്രോഡ് ഗേജിനകത്ത് ഉപയോഗിക്കുന്ന വുഡൻ സ്ലീപ്പറിൻ്റെ സൈസ് പറഞ്ഞാൽ 2.74 മീറ്റർ ആണെന്ന് പറഞ്ഞിരുന്നു അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കുക, 30 സെൻറ്റിമീറ്റർ, ഇപ്പോൾ 2.7 വെച്ച് ഞാൻ നോക്കുന്നു. 30 സെൻറ്റിമീറ്റർ എടുത്തോട്ടും 30 സെൻറ്റിമീറ്റർ വലത്തോട്ടും വിട്ട് കഴിഞ്ഞാൽ അപ്പോൾ 3.3 മീറ്ററായി അല്ലേ. 60 സെൻറ്റിമീറ്റർ അധികം വന്നു. അപ്പോൾ 3.35 മീറ്റർ. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഊഹം വെക്കാം. ഞാൻ അവിടെ സ്ലീപ്പറിൻ്റെ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് സ്ലീപ്പറും ഇതേപോലെ ഓർത്ത് വെക്കാൻ ഞാൻ ചെറിയൊരു കണക്ക് പറഞ്ഞായിരുന്നു. അതേപോലെ തന്നെ ഇവിടെ പറയാണ് ഏതാ 3.35 മീറ്റർ ഓർക്കാൻ 2.74 2.7 മീറ്റർ വിചാരിക്കാം. 30 സെൻറ്റിമീറ്റർ ഇടത്തോട്ടും വലത്തോട്ടും വിട്ട് കഴിഞ്ഞാൽ 3.3 മീറ്റർ എടുപ്പോൾ 3.35. മീറ്റർ ഗേജ് 2.3 ആണ് അല്ലേ. അവിടെ 1.83 ആണ്. 25 സെൻറ്റിമീറ്റർ ഇടത്തോട്ടും 25 സെൻറ്റിമീറ്റർ വലത്തോട്ടും വിട്ടാൽ എത്ര 50 സെൻറ്റിമീറ്ററായി. ആ 50 സെൻറ്റിമീറ്റർ 1.8 മീറ്ററിനോട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2.3 മീറ്ററും. അങ്ങനെ മീറ്റർ ഗേജ് 2.3 മീറ്റർ നമുക്ക് വേണമെങ്കിൽ പഠിക്കാം. നാരോ ഗേജ് 1.83 മീറ്റർ ആണ്. അതേപോലെ തന്നെ മിനിമം ഡെപ്ത് ഓഫ് ബല്ലാസ്റ്റ് എന്ന് പറയുന്നത് ബ്രോഡ് ഗേജ് ആണെങ്കിൽ 25 സെൻറ്റിമീറ്ററും, മീറ്റർ ഗേജ് ആണെങ്കിൽ 20 സെൻറ്റിമീറ്ററും, നാരോ ഗേജ് ആണെങ്കിൽ 15 സെൻറ്റിമീറ്റർ ആണ്. ബ്രോഡ് ഗേജ് 25 സെൻറ്റിമീറ്റർ, മീറ്റർ ഗേജ് 20 സെൻറ്റിമീറ്റർ, നാരോ ഗേജ് 15 സെൻറ്റിമീറ്റർ ആണ്. അതേപോലെ തന്നെ മിനിമം ഡെപ്ത് ഓഫ് ബല്ലാസ്റ്റ് എന്ന് പറയുമ്പോൾ സ്പേസിംഗ് ഓഫ് സ്ലീപ്പർ മൈനസ് വിഡ്ത്ത് ഓഫ് സ്ലീപ്പർ ഡിവൈഡഡ് ബൈ 2 ആണ് അല്ലേ. ഉദാഹരണം പറയുകയാണ്, ഇപ്പോൾ സ്പേസിംഗ് ഓഫ് സ്ലീപ്പർ മാക്സിമം സ്പേസിംഗ് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നത് ബ്രോഡ് ഗേജ് ട്രാക്കിനെ സംബന്ധിച്ചിടത്തോളം 50 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. നമ്മുടെ നിമിയുടെ ടെക്സ്റ്റിനകത്ത് ഒരു പ്രോബ്ലം പോലെ തന്നെ കാണിച്ചിട്ടുണ്ട്. സ്പേസിംഗ് പക്ഷേ 65 സെൻറ്റിമീറ്റർ കാണിച്ചിട്ടുണ്ട്. വിഡ്ത്ത് ഓഫ് സ്ലീപ്പർ 25 സെൻറ്റിമീറ്റർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ 65 മൈനസ് 25 എന്ന് പറയുന്നത് 40 20 സെൻറ്റിമീറ്റർ മതി മിനിമം ഡെപ്ത് ഓഫ് ബല്ലാസ്റ്റ് എന്ന് പറയുന്നുണ്ട് അല്ലേ. പക്ഷേ നമ്മൾ അപ്പോൾ 20 സെൻറ്റിമീറ്റർ, അങ്ങനെയാണ് 20 സെൻറ്റിമീറ്റർ. ഇവിടെ നമുക്ക് നോക്കിക്കോളൂ, സ്പേസിംഗ് ഓഫ് സ്ലീപ്പർ ഞാൻ 50 ആണ് കൊടുക്കുന്നത്. 50 വിഡ്ത്ത് ഓഫ് സ്ലീപ്പർ 25 ആണ് കൊടുക്കുന്നത്. 50 മൈനസ് 20 25
25 / 2 12.5 സെൻറ്റി. പക്ഷേ ഇവിടെ പറയുന്നുണ്ട്, നമുക്ക് നേരത്തെ വേറൊരു വാച്ച് കൂടി നമ്മൾ പറഞ്ഞിരുന്നു, മിനിമം ഡെപ്ത് ഓഫ് ബള്ളാസ്റ്റ് ഫോർ ബ്രോഡ് ഗേജ് എന്ന് പറയുന്നത് തൊട്ട് മുന്നുള്ള എഴുതിയ സെൻറ്റൻസ് നോക്കുക, 25 സെൻറ്റിമീറ്റർ. അപ്പോൾ 12.5 25. അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ 25 പറഞ്ഞിട്ടുണ്ടെങ്കിൽ 25 സെൻറ്റിമീറ്റർ തന്നെ മിനിമം ഡെപ്ത് കൊടുത്തിരിക്കണം. മീറ്റർ ഗേജ് 20 സെൻറ്റിമീറ്റർ, നാരോ ഗേജ് 50. എന്നാലും നമ്മുടെ ടെക്സ്റ്റിനകത്ത് പറഞ്ഞ ഒരു ഇക്വേഷനാണ് ഇത്. അത് നമുക്ക് പഠിച്ചേ പറ്റും. മിനിമം ഡെപ്ത് ഓഫ് ബള്ളാസ്റ്റ് എന്ന് പറയുന്നത് സ്പേസിംഗ് ഓഫ് സ്ലീപ്പർ മൈനസ് width of sleeper divided by 2. Spacing of sleeper divided by width of sleeper. Spacing of sleeper minus width of sleeper divided by 2. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ റൈറ്റ് ചെയറുമായി ബന്ധപ്പെട്ടാണ്. റൈറ്റ് ചെയർ എന്ന് പറഞ്ഞാൽ ഈ കാണുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയുന്നുണ്ട് മെയ്ഡ് ഓഫ് കാസ്റ്റ് ആണ് അല്ലേ. അപ്പോൾ റൈറ്റ് ചെയർ എന്നുള്ള വാക്ക് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാം, റൈലിന് ഇരിക്കാനുള്ള ഒരു സ്പേസ് എവിടെയാ നമുക്കറിയാം. സ്ലീപ്പറിൽ റൈൽ ഇരിക്കണമെങ്കിൽ അതിന് മുന്നേ കൊടുക്കുന്ന ഒരു ഫിറ്റിങ്സ് ആണ് അല്ലെങ്കിൽ ഒരു ഫാസ്റ്റേഴ്സ് ആണ് റൈറ്റ് ചെയർ എന്നുള്ള വാക്ക് അല്ലേ. ഏതിനാ ഫിക്സ് ചെയ്യാൻ ഡബിൾ ഹെഡ് റൈലും ഇവിടെ പറഞ്ഞു കേട്ടോ. ഡബിൾ ഹെഡ് റൈലും ബുൾ ഹെഡ് റൈലും സ്ലീപ്പർമേ ഉറപ്പിക്കാനാണ് റൈറ്റ് ചെയർ ഉപയോഗിക്കുന്നത്. ഡബിൾ ഹെഡ് റൈലും ബുൾ ഹെഡ് റൈലും സ്ലീപ്പർമേ ഉറപ്പിക്കാനാണ് റൈറ്റ് ചെയർ ഉപയോഗിക്കുന്നത്. അതും ചില ടെക്സ്റ്റിനകത്ത് ഡബിൾ ഹെഡ് റൈലിൽ നിന്ന് മാത്രമേ വാക്ക് ഉപയോഗിക്കുന്നുള്ളൂ. ബുൾ ഹെഡ് റൈലിൽ സ്പെഷ്യൽ ടൈപ്പ് ഓഫ്, പക്ഷെ നമ്മുടെ നിമിയുടെ ടെക്സ്റ്റിനകത്ത് എടുത്ത് പറയുന്നുണ്ട് ഡബിൾ ഹെഡ് റൈലും ബുൾ ഹെഡ് റൈലും സ്ലീപ്പർമേ ഉറപ്പിക്കാനാണ് റൈറ്റ് ചെയർ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഈ കാണുന്ന മെയ്ഡ് ഓഫ് കാസ്റ്റ് ആണ്. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 22 കിലോഗ്രാം ആണ്, 22 കിലോഗ്രാം. അപ്പോൾ മെയ്ഡ് ഓഫ് കാസ്റ്റ് ആൻഡ് ഹാസ് എ മാസ് ഓഫ് 22 കിലോഗ്രാം. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു ഏതാ, ഡബിൾ ഹെഡ് റൈലും ബുൾ ഹെഡ് റൈലും സ്ലീപ്പർമേ ഫിക്സ് ചെയ്യാനാണ് ഏതാ ഈ കാണുന്ന റൈറ്റ് ചെയറുകൾ ഉപയോഗിക്കുന്നത് അല്ലേ. അടുത്തൊരു ചിത്രം നോക്കിക്കോളൂ. അവിടെ റൈറ്റ് ചെയറിനകത്ത് ഈ പറഞ്ഞ ഡബിൾ ഹെഡ് റൈൽ അതിനകത്ത് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ കാണുന്ന ബാക്കി സ്പേസ് എവിടെ, വെബിനും ചെയറിനും ഇടയിലുള്ള സ്പേസ് ഫില്ല് ചെയ്യാൻ അവിടെ ഒരു വുഡൻ്റെ പീസ് ഉപയോഗിച്ചിട്ടുണ്ട് ആ കാണുന്ന ചിത്രത്തിനകത്ത് അല്ലേ. അതിനാണ് കീ എന്ന് പറയാം. അപ്പോൾ ഈ കീയുടെ പ്രത്യേകത ഹോൾഡിംഗ് ദ റൈൽ വിത്തിൻ ദ റൈറ്റ് ചെയർ. റൈറ്റ് ചെയറിനകത്ത് ഈ കാണുന്ന റൈലിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫോർ ജോയിനിങ് ദ റൈൽ വിത്തിൻ ദ സ്ലീപ്പർ ചെയർ, സ്ലീപ്പർ ചെയറിനകത്ത് റൈറ്റ് ചെയറിനകത്ത് റൈലിനെ ഹോൾഡ് ചെയ്യാനാണ് കീ ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ റൈറ്റ് ചെയർ മെയ്ഡ് ഓഫ് കാസ്റ്റ് അതിൻ്റെ മാസ് 22 കിലോഗ്രാം. ഏതാ, ഡബിൾ ഹെഡ് റൈലും ബുൾ ഹെഡ് റൈലും ഉറപ്പിക്കാനാണ് പ്രധാനമായും റൈറ്റ് ചെയറുകൾ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ സ്ലൈഡ് ചെയർസ് ഉണ്ട്. ഇവിടെ ആദ്യത്തെ ചിത്രത്തിനകത്ത് കാണുന്നുണ്ട്. ആ കാണുന്ന റൈൽ എന്ന് പറയുന്നത് ഫ്ലാറ്റ് ഫുട്ട് റൈലാണ് അല്ലേ. ആ ഫ്ലാറ്റ് ഫുട്ട് റൈൽ ഇനി നോക്കിക്കോളൂ. അപ്പോൾ ഫ്ലാറ്റ് ഫുട്ട് റൈലിനെ സ്ലീപ്പർമേ ഉറപ്പിക്കാനാണ് സ്ലൈഡ് ചെയർ ഉപയോഗിക്കുന്നത്. ആദ്യത്തെ ചിത്രത്തിനകത്തും രണ്ടാമത്തെ ചിത്രത്തിനകത്തും നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു അല്ലേ. ഇനി നമ്മളൊരു കാണുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഒരു ട്രാക്കിൽ നിന്ന് വേറൊരു ട്രാക്കിലേക്ക് പോകുന്ന ഭാഗത്താണ്. അപ്പോൾ ഒരു ട്രാക്കിൽ നിന്ന് വേറൊരു ട്രാക്കിലേക്ക് പോകുന്ന ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, അതിനാണ് പോയിന്റ്സ് ആൻഡ് ക്രോസിങ്സ്. എന്തുകൊണ്ടാണ് ഇതിനെ പോയിന്റ്സ് ആൻഡ് ക്രോസിങ്സ് എന്നുള്ളത് നമ്മൾ അടുത്ത ലെസൺ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ഒരു ട്രാക്കിൽ നിന്ന് വേറൊരു ട്രാക്കിലേക്ക് പോകുന്ന ഭാഗത്ത്, അതായത് ടേൺ ഔട്ട്, ഈ പോയിന്റ്സ് ആൻഡ് ക്രോസിങ്സിനകത്ത് ഒറ്റ വാക്കിൽ ഞാനൊരു വാക്ക് ഉപയോഗിക്കുന്നത് ടേൺ ഔട്ട്. പോയിന്റ്സ് ആൻഡ് ക്രോസിങ്സിനെ ഒറ്റ വാക്കിൽ പറയുന്നതാണ് ടേൺ ഔട്ട് എന്ന് പറയാം. പോയിന്റ്സ് ആൻഡ് ക്രോസിങ്സ്, പോയിന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ട്രാക്കിൽ നിന്ന് വേറൊരു ട്രാക്കിലേക്ക് മാറാനൊരു അവസരം ഉണ്ടാക്കുക. ക്രോസിംഗ് എന്ന് പറയുമ്പോൾ പോകാനുള്ള ഗ്യാപ്പ് പ്രൊവൈഡ് ചെയ്യുക. ഇതിനെ വ്യക്തമായി നമുക്ക് വീണ്ടും പറയാനുണ്ട്. അപ്പോൾ പോയിന്റ്സ് ആൻഡ് ക്രോസിങ്സിനകത്ത് അല്ലെങ്കിൽ ടേൺ ഔട്ടിനകത്ത് ഫ്ലാറ്റ് ഫുട്ട് റൈലിനെ സ്ലീപ്പർമേ ഉറപ്പിക്കാനാണ് സ്ലൈഡ് ചെയർ ഉപയോഗിക്കുന്നത്. ഒന്നുകൂടി പറയാം, പോയിന്റ്സ് ആൻഡ് ക്രോസിങ്സിനകത്ത് അല്ലെങ്കിൽ ടേൺ ഔട്ടിനകത്ത്, പോയിന്റ്സ് ആൻഡ് ക്രോസിങ്സ് എന്നുള്ള ഒറ്റ വാക്കാണ് ടേൺ ഔട്ട്. ടേൺ ഔട്ടിനകത്ത് ഫ്ലാറ്റ് ഫുട്ട് റൈലിനെ സ്ലീപ്പർമേ ഉറപ്പിക്കാനാണ് ഏതാ സ്ലൈഡ് ചെയർ ഉപയോഗിക്കുന്നത്. ഇവിടെ നോക്കിയോളൂ, അത് തന്നെ ഞാൻ സെൻറ്റൻസിൽ പറയുന്നത്, ഫോർ ചേഞ്ചിങ് ദ ട്രെയിൻസ് ഫ്രം വൺ ട്രാക്ക് ടു അനദർ ട്രാക്ക്. ഒരു ട്രാക്കിൽ നിന്ന് വേറെ ട്രാക്കിലേക്ക് പോകുന്നത് എവിടെയാ, ഓൺ ടേൺ ഔട്ട് പോയിന്റ്സ് അല്ലേ. ടേൺ ഔട്ടിനകത്ത് പോയിന്റ്സ് ആൻഡ് ക്രോസിങ്സിനകത്ത് ഒരു ട്രാക്കിൽ നിന്ന് വേറൊരു ട്രാക്കിലേക്ക് പോകുന്ന ഭാഗത്ത് ഫ്ലാറ്റ് ഫുട്ട് റൈലിനെ സ്ലീപ്പർമേ ഉറപ്പിക്കാൻ ഉപയോഗിക്കുന്ന സ്പെഷ്യൽ ഷേപ്സ് സ്ലൈഡ് ചെയർസ് ആണ് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ സ്പൈക്ക് അല്ലേ. സാധാരണ സ്പൈക്ക് ഞാനൊരു ചിത്രം കൂടി കാണിച്ചു തരാം. ആ കാണുന്ന ചിത്രത്തിനകത്ത് ഈ പറഞ്ഞ പോലെ റൈലിനെ ചെയറിൽ ഉറപ്പിച്ചിട്ടുണ്ട് അല്ലേ. അതേപോലെ തന്നെ എവിടെയാ കീ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി സൈഡിലെ ABCD എന്ന് പറഞ്ഞ കുറേ ലെറ്റേഴ്സ് കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അതിനകത്ത് ആ കാണുന്നതെല്ലാം ജോയിൻ ചെയ്ത സ്ലീപ്പർ ചെയറിനെ റൈറ്റ് ചെയറിനെ സ്ലീപ്പർമേ ഉറപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സ്പൈക്ക്. റൈറ്റ് ചെയറിനെ സ്ലീപ്പർമേ ഉറപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സ്പൈക്ക് എന്ന് പറഞ്ഞത് അല്ലേ. ഫിക്സ് ദ റൈൽ ഓൺ വുഡൻ സ്ലീപ്പർ. ഏതാ, റൈലിനെ വുഡൻ സ്ലീപ്പറിനകത്ത് ഉറപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇവിടെ റൈൽ അല്ലെങ്കിൽ റൈറ്റ് ചെയറുകൾ കേട്ടോ. അതായത് ചില സാഹചര്യം, ഇപ്പോൾ ഫ്ലാറ്റ് ഫുട്ട് റൈലാണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് റൈറ്റ് ചെയറിനകത്ത് ഉറപ്പിക്കാം. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, യൂസ് ടു ഫിക്സ് റൈൽ അല്ലെങ്കിൽ റൈറ്റ് ചെയർസിനെ വുഡൻ സ്ലീപ്പറിനകത്ത് ഉറപ്പിക്കാനാണ് സ്പൈക്കുകൾ ഉപയോഗിക്കുന്നത്. അതിനകത്ത്
പ്രധാനമായും ഫസ്റ്റ് വൺ ഡോഗ് സ്പൈക്ക് എന്നാണ് പറയുക. ഡോഗ് സ്പൈക്ക് എന്ന് പറഞ്ഞാൽ നായാണി എന്ന് തന്നെ സാധാരണ റെയിൽവേയിലുള്ള ജീവനക്കാർ പറഞ്ഞ വാചകം ഈ ഡോഗ് സ്പൈക്ക് നായാണി എന്നുള്ള അർത്ഥം തന്നെ ഉപയോഗിക്കുന്നത്. അതിനകത്ത് നോക്കിക്കോളൂ, ഈ കാണുന്ന ചിത്രത്തിനകത്ത് അല്ലേ ആ ഫേസ് ജസ്റ്റ് ഒരു ഫ്രണ്ടിലേക്ക് പ്രൊജക്റ്റ് ചെയ്തത്. അതുകൊണ്ടാണ് ഈ നായാണി എന്ന ഡോഗ് സ്പൈക്ക് എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ കാരണം. ഈ ഡോഗ് സ്പൈക്കിൻ്റെ ഓവറോൾ ഡെപ്ത് എന്ന് പറഞ്ഞാൽ 12.06 സെൻറ്റിമീറ്ററാണ്. ഈ കാണുന്ന ഡോഗ് സ്പൈക്ക് നമ്മൾ കർവ് ട്രാക്കിനകത്ത് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് പുറത്തുനിന്ന് കാണുന്ന സമയത്ത് 2 എണ്ണം, അകത്ത് 1 എണ്ണം ആയിരിക്കും കാണുന്നുണ്ടാവും. അതായത് റെയിൽ സ്ലീപ്പറും ഉറപ്പിക്കുമല്ലോ. അപ്പോൾ ഔട്ട്സൈഡ് റെയിലിൻ്റെ ഔട്ട്സൈഡ് ഭാഗത്ത് 2 ഡോഗ് സ്പൈക്ക് വെച്ച് ഉറപ്പിക്കുന്നു. അകത്ത് ഇന്നർ ട്രാക്കിനകത്ത് ഒരു സ്പൈക്കും ഉപയോഗിക്കുന്നു. ഒരു റെയിൽ ഒരു സ്ലീപ്പറിനെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഔട്ട്സൈഡ് 2 എണ്ണം, ഇൻസൈഡ് 1 എണ്ണം ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത് രണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റുകൾ. ഒന്ന്, ഓവറോൾ ഡെപ്ത് 12.06 സെൻറ്റിമീറ്റർ. അതേപോലെ തന്നെ നമ്പർ ഓഫ് ഡോഗ് സ്പൈക്ക് ഏതാ റൈറ്റ് സീറ്റിനകത്ത് റെയിൽ ഉറപ്പിക്കാൻ സ്ലീപ്പറിനെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് 1 എണ്ണം ഇൻസൈഡും 2 എണ്ണം ഔട്ട്സൈഡായിട്ട് ഉപയോഗിക്കുന്നു. ഇതാണ് ഡോഗ് സ്പൈക്കുമായി ബന്ധപ്പെട്ട് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇനി സ്പൈക്ക് അടുത്ത് പറഞ്ഞ റൗണ്ട് സ്പൈക്കാണ്. റൗണ്ട് സ്പൈക്ക് സാധാരണ പറയുന്നുണ്ട് ബുൾഹെഡ് റെയിലിനെ ഫിക്സ് ചെയ്യാൻ. ബുൾഹെഡ് റെയിലിനെ വുഡൻ സ്ലീപ്പറിൽ ഫിക്സ് ചെയ്യാനാണ് റൗണ്ട് സ്പൈക്ക് ഉപയോഗിക്കുന്നത്. ബുൾഹെഡ് റെയിലിനെ വുഡൻ സ്ലീപ്പറിനകത്ത് ഉറപ്പിക്കാനാണ് റൗണ്ട് സ്പൈക്ക് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു. റൗണ്ട് സ്പൈക്കിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ഏതാ അതിൻ്റെ ഹെഡ്, ആ സ്ക്രൂവിൻ്റെ ഹെഡ് എന്ന ടോപ്പ് എന്ന് പറഞ്ഞൊരു റൗണ്ട് ഷേപ്പ് ആയിരിക്കും അല്ലേ. അതിനകത്ത് കാണുന്നുണ്ട് ഇ എന്ന് പറഞ്ഞ് കാണുന്നുണ്ട് അല്ലേ. ആ ഈ പോലെ കഴിഞ്ഞ ചിത്രത്തിനകത്ത് ഇ എന്ന് പറഞ്ഞ രീതിയിൽ കണ്ടത് തന്നെയാണ്. അവിടെ നോക്കിക്കോളൂ, ആ ഇ എന്ന് പറഞ്ഞ് കാണുന്നത് തന്നെയാണ് റൗണ്ട് സ്പൈക്ക് എന്ന് പറയാം അല്ലേ. അപ്പോൾ ഇവിടെ നോക്കുക, ബുൾഹെഡ് റെയിലിൻ്റെ ചെയറിനെ വുഡൻ സ്ലീപ്പറിനകത്ത് ഉറപ്പിക്കാൻ, ബുൾഹെഡ് റെയിലിനെ വുഡൻ സ്ലീപ്പറിനകത്ത് ഉറപ്പിക്കാനാണ് റൗണ്ട് സ്പൈക്ക് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ പോയിന്റ്സ് ആൻഡ് ക്രോസിങ്സിനകത്ത് സ്ലൈഡ് ചെയർസിനെ ഉറപ്പിക്കാനും റൗണ്ട് സ്പൈക്ക് ഉപയോഗിക്കുന്നത്. പോയിന്റ്സ് ആൻഡ് ക്രോസിങ്സിനകത്ത് നേരത്തെ പറഞ്ഞ ടേൺ ഔട്ടിനകത്ത് സ്ലൈഡ് ചെയർസ് ഫിക്സ് ചെയ്യാനും റൗണ്ട് സ്പൈക്ക് ഉപയോഗിക്കുന്നത്. ഫ്ലാറ്റ് ഫുട്ട് റെയിലിനെ വുഡൻ സ്ലീപ്പറിനകത്ത് ഉറപ്പിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് റൗണ്ട് സ്പൈക്ക് ഉപയോഗിക്കാറില്ല. ഫ്ലാറ്റ് ഫുട്ട് റെയിലിനെ വുഡൻ സ്ലീപ്പറിനകത്ത് ഉപയോഗിക്കാൻ റൗണ്ട് സ്പൈക്ക് ഉപയോഗിക്കാറില്ല. പകരം ഡോഗ് സ്പൈക്ക് തന്നെ ഉപയോഗിക്കാറ്. അപ്പോൾ ആ കാണുന്ന ടേംസ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഇവിടെ നോക്കിക്കോളും, ബുൾഹെഡ് റെയിലിനെ വുഡൻ സ്ലീപ്പറിനകത്ത്, ബുൾഹെഡ് റെയിലിൻ്റെ ചെയറിനെ വുഡൻ സ്ലീപ്പറിനകത്ത് ഉറപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ബുൾഹെഡ് റെയിലിൻ്റെ ചെയറിനെ വുഡൻ സ്ലീപ്പറിനകത്ത് ഉറപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ സ്ലൈഡ് ചെയർസ്, പോയിന്റ്സ് ആൻഡ് ക്രോസസിനകത്ത് സ്ലൈഡ് ചെയർസ് ഫിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഫ്ലാറ്റ് ഫുട്ട് റെയിൽസിനെ വുഡൻ സ്ലീപ്പറിനകത്ത് ഉറപ്പിക്കാൻ ഇത് ഉപയോഗിക്കുന്നില്ല. നോട്ട് യൂസ്ഡ് ഫോർ ഫിക്സിംഗ് ഫ്ലാറ്റ് ഫുട്ട് റെയിൽസ് ഓൺ വുഡൻ സ്ലീപ്പർ എന്നുള്ള വാക്കാണ്. ഇനി അതേപോലെ തന്നെ അടുത്ത മൂന്നാമത്തെ സ്പൈക്കാണ് സ്ക്രൂ സ്പൈക്ക് അല്ലെങ്കിൽ കോച്ച് സ്ക്രൂ എന്ന് പറയാം അല്ലേ. ചിത്രത്തിനകത്ത് കാണാം അല്ലേ. ഇവിടെ ഓർമ്മയും ഒരിക്കൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സ്ക്രൂ സ്പൈക്ക് അല്ലെങ്കിൽ കോച്ച് സ്ക്രൂ എന്ന് പറയും. സ്ക്രൂ സ്പൈക്ക് അല്ലെങ്കിൽ കോച്ച് സ്ക്രൂ എന്നുള്ള വാക്ക് ഉപയോഗിക്കണം. ഇതിന്റെ പ്രത്യേകത ലാറ്ററൽ റിജിഡിറ്റി കൂടുതലായിരിക്കും. മോർ ലാറ്ററൽ റിജിഡിറ്റി കൂടുതലായിരിക്കും. ഇപ്പോൾ സ്ക്രൂ സ്പൈക്ക് അല്ലെങ്കിൽ കോച്ച് സ്ക്രൂവിൻ്റെ പ്രത്യേകത റിജിഡിറ്റി അല്ലേ, ലോഡ് എടുക്കാനുള്ള കഴിവ് കൂടുതൽ, മോർ ലാറ്ററൽ റിജിഡിറ്റി. അതേപോലെ തന്നെ എലാസ്റ്റിക് സ്പൈക്ക് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ഉപയോഗിക്കാത്ത ഒരു സ്പൈക്കാണ് അല്ലേ. അത് ഹൈ സ്പീഡ് ട്രാക്കിനകത്താണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നോക്കിക്കോളൂ, ചിത്രത്തിനകത്ത് നോക്കിക്കോളൂ, ഈ കാണുന്ന എലാസ്റ്റിക് സ്പൈക്ക് എന്ന് പറയുന്നത് ഇന്ത്യൻ റെയിൽവേ ഉപയോഗിക്കുന്നില്ല, ഹൈ സ്പീഡ് ട്രാക്കുകൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഇന്ത്യൻ റെയിൽവേയിൽ ഉപയോഗിക്കുന്നില്ല, പക്ഷേ സൂട്ടബിൾ ഫോർ ഹൈ സ്പീഡ് ട്രാക്ക്. ആ 2 പോയിന്റാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഒന്ന് സൂട്ടബിൾ ഫോർ ഹൈ സ്പീഡ് ട്രാക്ക്, നോട്ട് യൂസ്ഡ് ഇൻ ഇന്ത്യൻ റെയിൽവേയിൽ ഉപയോഗിക്കുന്നില്ല. അതേപോലെ തന്നെ റെയിൽ എലാസ്റ്റിക് ക്ലിപ്പുകൾ അല്ലേ. ആ കാണുന്ന ചിത്രത്തിനകത്ത് കാണുന്നത്, ഇത് നമ്മൾ മിക്കവാറും പേര് കണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഫ്ലാറ്റ് ഫുട്ട് റെയിലിനെ അവിടെ കാണുന്ന സ്ലീപ്പർ എന്ന് പറയുന്ന RCC സ്ലീപ്പറാണ്. RCC സ്ലീപ്പറിന്റെ ഫ്ലാറ്റ് ഫുട്ട് റെയിലിനെ അവിടെ ഉപയോഗിച്ചിരിക്കുന്നു അല്ലേ. ഇതിനെ റെയിൽ എലാസ്റ്റിക് ക്ലിപ്പ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. റെയിൽ എലാസ്റ്റിക് ക്ലിപ്പ് അല്ലെ. ഫ്ലാറ്റ് ഫുട്ട് റെയിലിനെ ഒരു കോൺക്രീറ്റ് സ്ലീപ്പറുമായിട്ട് ഉറപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അത്രയാണ് ഇതിനകത്ത് പറഞ്ഞത്, റെയിൽ എലാസ്റ്റിക് ക്ലിപ്പ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കാം, യൂസ്ഡ് ടു ട്രാൻസ്ഫർ ദ റെയിൽ ടു ദ അണ്ടർലൈങ് ബേസ് പ്ലേറ്റ് ടുഗദർ വിത്ത് കോൺക്രീറ്റ് സ്ലീപ്പറുമായിട്ട് ഒരു ബേസ് പ്ലേറ്റ് ഉണ്ടാവും. ആ ബേസ് പ്ലേറ്റിനകത്ത് ഉറപ്പിക്കുന്നത് റെയിൽ എലാസ്റ്റിക് ക്ലിപ്പ് ഉപയോഗിച്ചിട്ടാണ്. ആ ചിത്രത്തിനകത്ത് വീണ്ടും കാണുന്നുണ്ട്. ആ മുകളിലുള്ള ചിത്രത്തിനകത്ത് തൊട്ട് മുകളിൽ നോക്കുക, അതിൻ്റെ ക്രോസ് സെക്ഷൻ എടുത്ത് കാണിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവിടെ ഒരു ബേസ് പ്ലേറ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. ഈ ക്ലിപ്പ് വെച്ചിട്ടാണ് കണക്ട് ചെയ്യുക. അപ്പോൾ റെയിൽ എലാസ്റ്റിക് ക്ലിപ്പ് കേട്ടോ. ഇത്രയാണ് സ്പൈക്കുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതുകൊണ്ട് ഞാൻ പറയാം, സ്പൈക്കുകൾ റെയിലിനെ വുഡൻ സ്ലീപ്പറിനകത്ത് ഉറപ്പിക്കാനാണ് സ്പൈക്കുകൾ ഉപയോഗിച്ചിരുന്നത്. ഡോഗ് സ്പൈക്കിൻ്റെ 12.06 സെൻറ്റിമീറ്ററാണ് ഓവറോൾ ഡെപ്ത്. നമ്പർ ഓഫ് ഡോഗ് സ്പൈക്ക് എന്ന് പറഞ്ഞാൽ 2 എണ്ണം ഔട്ട്സൈഡും 1 എണ്ണം ഇൻസൈഡാണ് കർവ് ട്രാക്കിനകത്ത് ഉപയോഗിച്ചിരുന്നത്. റൗണ്ട് സ്പൈക്കുകൾ ബുൾഹെഡ് റെയിലിൻ്റെ ചെയേഴ്സിനെ വുഡൻ സ്ലീപ്പറിനകത്ത് ഉറപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചു. അതേപോലെ തന്നെ
സ്ലൈഡ് ചെയേഴ്സിനെ പോയിന്റ്സ് ആൻഡ് ക്രോസിങ്സിനകത്ത് ഉറപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഫ്ലാറ്റ് ഫുട്ട് റൈഡ്സ് ഉറപ്പിക്കാൻ ഉപയോഗിക്കുന്നില്ല. സ്ക്രൂ സ്പൈക്ക് അല്ലെങ്കിൽ കോച്ച് സ്ക്രൂ സ്പൈക്ക് മോർ ലാറ്ററൽ റിജിഡിറ്റി കൂടുതലാണ്. സ്ക്രൂ സ്പൈക്ക് അല്ലെങ്കിൽ കോച്ച് സ്ക്രൂ സ്ക്രൂ സ്പൈക്ക് അല്ലെങ്കിൽ കോച്ച് സ്ക്രൂ എന്ന് പറയുന്നു. ഇലാസ്റ്റിക് സ്പൈക്ക് സൂട്ടബിൾ ഫോർ ഹൈ സ്പീഡ് ട്രാക്ക് ആണ്, നോട്ട് യൂസ്ഡ് ഓൺ ഇന്ത്യൻ റെയിൽവേ ഉപയോഗിക്കുന്നില്ല. അതേപോലെ തന്നെ ഫ്ലാറ്റ് ഫുട്ട് റെയിലിനെ കോൺക്രീറ്റ് സ്ലീപ്പറായിട്ട് ഉപയോഗിക്കാൻ, കോൺക്രീറ്റ് സ്ലീപ്പറിൻ്റെ അകത്ത് അടിഭാഗത്തൊരു ബേസ് പ്ലേറ്റ് വയ്ക്കുന്നു. ആ ബേസ് പ്ലേറ്റ് ആയിട്ട് ഉറപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് റെയിൽ എലാസ്റ്റിക് ക്ലിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ. അതിനകത്തൊന്നുകൂടി പറയാം. ബല്ലാസ്റ്റിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ബ്രോക്കൺ സ്റ്റോൺ, ഗ്രാവൽ, മൂറം, അതേപോലെ തന്നെ മൂറം എന്ന് പറയുന്നത് ഡീകമ്പോസ്ഡ് ലാറ്ററൈറ്റ് ആണ്. കങ്കാർ, കോൾ, സാൻഡ്, ആഷ് തുടങ്ങിയ എല്ലാം നമ്മൾ മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുന്നു അല്ലേ. ഈ സ്ലീപ്പറിൻ്റെ നമുക്കറിയാം, സ്ലീപ്പറിൻ്റെ അടിഭാഗത്തും ചുറ്റുപാടും ബല്ലാസ്റ്റുകൾ പാക്ക് ചെയ്തിട്ടുണ്ട്. സ്ലീപ്പറിൻ്റെ അടിഭാഗത്ത് ബല്ലാസ്റ്റ് നന്നായിട്ട് കോമ്പാക്റ്റ് അല്ലെങ്കിൽ റാം ചെയ്തിട്ടുണ്ട്. അത് ആക്ട് ചെയ്യുന്നത് ഫൗണ്ടേഷനായിട്ടാണ്. അതിനെയാണ് പാക്കിംഗ് എന്ന് പറയുക. സ്ലീപ്പറുടെ ഇടയിലും സൈഡ്സിലും ലൂസായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അതിനെ പറഞ്ഞ പേരാണ് ബോക്സിംഗ് എന്ന് പറയാം. രണ്ട് അഡ്ജസൻറ്റ് സ്ലീപ്പറുകളുടെ ഇടയിൽ ബല്ലാസ്റ്റ് ലൂസായി സ്പ്രെഡ് ചെയ്യുന്നതിനെ പറഞ്ഞ പേരാണ് ബല്ലാസ്റ്റ് ക്രൈബ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഇനി ആക്ടാസ് എലാസ്റ്റിക് മാറ്റ്, അതുപോലെ തന്നെ ട്രാക്കിനകത്ത് എലാസ്റ്റിസിറ്റിയും റെസീലിയൻസും കൊടുക്കുന്നു അല്ലേ. വാട്ടർ ഡ്രെയിൻ ഔട്ട് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രോത്ത് ഓഫ് വീഡ്സിനെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. റെയിൽവേ യാർഡ് ഡ്രൈ ആക്കാൻ വേണ്ടി സാൻഡും കോളാഷും ഉപയോഗിക്കുന്നു. സൈസ് ഓഫ് ബല്ലാസ്റ്റ് വുഡൻ സ്ലീപ്പറിനകത്ത് ഉപയോഗിക്കുന്നത് 50 mm ആണ്. സ്റ്റീൽ സ്ലീപ്പർ അല്ലെങ്കിൽ CST9 സ്ലീപ്പറിനകത്ത് ഉപയോഗിക്കുന്നത് 38 mm ആണ്. നമ്മുടെ നിവിൻ്റെ ടെക്സ്റ്റിനകത്ത് 40 mm എന്നാണ് കാണിച്ചിട്ടുള്ളത്. പോയിന്റ്സ് ആൻഡ് ക്രോസിങ്സിനകത്ത് 25 mm ആണ്. വുഡൻ സ്ലീപ്പറിനകത്ത് 50 mm, സ്റ്റീൽ സ്ലീപ്പറിനകത്ത് 38 mm, പോയിന്റ്സ് ആൻഡ് ക്രോസിങ്സിനകത്ത് 25 mm ആണ്. സ്റ്റാൻഡേർഡ് വിഡ്ത്ത് ഓഫ് ബല്ലാസ്റ്റ് എന്ന് പറയുന്നത് 3.35 മീറ്റർ ആണ്. മീറ്റർ ഗേജ് എന്ന് പറയുന്നത് 2.3 മീറ്റർ ആണ്. നാരോ ഗേജ് എന്ന് പറയുന്നത് 1.83 മീറ്റർ ആണ്. മിനിമം ഡെപ്ത് ഓഫ് ബല്ലാസ്റ്റ് എന്ന് പറയുന്നത് ബ്രോഡ് ഗേജ് 25 സെൻറ്റിമീറ്റർ ആണ്. മീറ്റർ ഗേജ് 20 സെൻറ്റിമീറ്റർ ആണ്. നാരോ ഗേജ് 15 സെൻറ്റിമീറ്റർ ആണ്. മിനിമം ഡെപ്ത് ഓഫ് ബല്ലാസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ പറഞ്ഞിരുന്നു, സ്പേസിംഗ് ഓഫ് സ്ലീപ്പർ മൈനസ് വിഡ്ത്ത് ഓഫ് സ്ലീപ്പർ ഡിവൈഡ് ബൈ 2. പിന്നെ പറയുന്നത് റെയിൽ ചെയർ ആണ്, മെയ്ഡ് ഓഫ് കാസ്റ്റ് അയൺ അല്ലെ. 22 കിലോഗ്രാം. ഡബിൾ ഹെഡ് റെയിലിനെയും ബുൾ ഹെഡ് റെയിലിനെയും സ്ലീപ്പറുമേ ഉറപ്പിക്കാൻ വേണ്ടി റെയിൽ ചെയറുകൾ ഉപയോഗിക്കുന്നു. ആ ബുൾ ഹെഡ് റെയിൽ അല്ലെങ്കിൽ ഡബിൾ ഹെഡ് റെയിലിനെ സ്ലീപ്പറുമേ ഉറപ്പിക്കുന്ന സമയത്ത് വെബും റെയിലിൻ്റെ വെബും ചെയറിനകത്തുള്ള സ്പേസ് ഫില്ല് ചെയ്യാനാണ് കീ ഉപയോഗിക്കുന്നത് അല്ലെ. ഫോർ ജോയിനിങ് ദ റൈൽ വിത്തിൻ ദ സ്ലീപ്പർ ചെയർ എന്ന റെയിലിനെ ജോയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാനാണ് കീ ഉപയോഗിക്കുന്നത്. ഇനി സ്ലൈഡ് ചെയർ ടേൺ ഔട്ടിനകത്ത് അല്ലെങ്കിൽ പോയിന്റ്സ് ആൻഡ് ക്രോസിങ്സിനകത്ത് ഫ്ലാറ്റ് ഫുട്ട് റെയിലിനെ സ്ലീപ്പറുമേ ഉറപ്പിക്കാനാണ് സ്ലൈഡ് ചെയർസ് ഉപയോഗിക്കുന്നത്. സ്പൈക്ക് റെയിലിനെ വുഡൻ സ്ലീപ്പറിനകത്ത് ഉപയോഗിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അതിനകത്ത് ഡോഗ് സ്പൈക്ക് എന്ന് പറയുന്നത് 12.06 സെൻറ്റിമീറ്റർ ഡെപ്ത് ആണ് അല്ലെ. കർവ് ട്രാക്കിനകത്ത് 2 ഔട്ട്സൈഡും 1 ഇൻസൈഡും റെയിലിനെ ഉറപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. റൗണ്ട് സ്പൈക്ക് ബുൾഹെഡ് റെയിലിൻ്റെ ചെയേഴ്സിനെ വുഡൻ സ്ലീപ്പറിനകത്ത് ഉറപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ സ്ലൈഡ് ചെയേഴ്സിനെ പോയിന്റ്സ് ആൻഡ് ക്രോസിങ്സിനകത്ത് ഉറപ്പിക്കാനും ഉപയോഗിക്കുന്നുണ്ട്. ഫ്ലാറ്റ് ഫുട്ട് റെയിലിനെ വുഡൻ സ്ലീപ്പറിനകത്ത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഉപയോഗിക്കാത്തതാണ് റൗണ്ട് സ്പൈക്ക്. സ്ക്രൂ സ്പൈക്കിൻ്റെ പ്രത്യേകത മോർ ലാറ്ററൽ റിജിഡിറ്റി. എലാസ്റ്റിക് സ്പൈക്കിൻ്റെ പ്രത്യേകത സൂട്ടബിൾ ഫോർ ഹൈ സ്പീഡ് ട്രാക്ക്, പിന്നെ ഇന്ത്യൻ റെയിൽവേയിൽ ഉപയോഗിക്കുന്നില്ല. പിന്നെ എലാസ്റ്റിക് ക്ലിപ്പ് ഫ്ലാറ്റ് ഫുട്ട് റെയിലിനെ കോൺക്രീറ്റ് സ്ലീപ്പറുമായി ബന്ധപ്പെട്ട് ഉറപ്പിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട്. എല്ലാവരും നന്നായിട്ട് വായിക്കണം, നന്നായി മനസ്സിലാക്കണം. ഓരോ കാര്യങ്ങളും ഞാൻ പറയുന്നത് ചിലപ്പോൾ ചില കാര്യങ്ങൾ വ്യക്തമാവാത്ത കാര്യങ്ങൾ വീണ്ടും നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കണം. നമുക്ക് ഈ സാഹചര്യത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. നമുക്ക് ക്ലാസ് തുടങ്ങുന്ന സമയത്ത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അവതരിപ്പിക്കാൻ കഴിയും. പക്ഷെ അതുവരെയ്ക്ക് നമുക്ക് തൽക്കാലം നമുക്കിങ്ങനെ മാക്സിമം പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.